അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്താറായി. ഞങ്ങളിപ്പോൾ അക്രോപോളിസിൻ്റെ അടുത്തുള്ള. അപ്പോൾ ആണ് ഇവിടെ ഒരു അടിപൊളി ഒരു സംഭവം കണ്ടത്. എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നൊരു ചർച്ചാണ്. ഇപ്പോൾ അതിനകത്ത് ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചിൽ സർവീസസ് എല്ലാ സൺഡേയും ഉണ്ടായിരിക്കാനാണ് ചാൻസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ചർച്ചിലും ശുശ്രൂഷകളുണ്ട്. ഇത് ഒരു വലിയ, എനിക്ക് തോന്നുന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതെ, 5 സ്റ്റാർ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാറാണ്. അപ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ. ആ ഹോട്ടൽ ഈ പള്ളി പൊളിച്ചില്ല. ആ പള്ളി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ആ ഹോട്ടൽ പണിതു. അത് അടിപൊളിയായി. ആ 5 സ്റ്റാർ ഹോട്ടൽ പണിതപ്പം അവിടെ താഴെ ഉണ്ടായിരുന്ന ആ ചേർച്ച് അവരങ്ങനെ തന്നെ നിലനിർത്തിയ പഴയ രീതിയിൽ തന്നെ. ഗംഭീരം. ഞങ്ങൾക്കിനിയിപ്പം ഇവിടുത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ മെയിൻ സ്റ്റേഷനിൽ, മെയിൻ പോയിന്റിലെത്തണം. അവിടെ നിന്നാണ് എയർപോർട്ടിലേക്കുള്ള ബസ് എടുക്കുന്നത്. അപ്പം അവിടെ 9 മണിക്ക് ഞങ്ങൾക്ക് ബസ്സുണ്ട്. 1 മണിക്കൂറോളം ട്രാവലുണ്ട് ഇവിടുന്ന് ബസ്സിനാണെങ്കിൽ. മെട്രോയ്ക്കാണെങ്കിൽ 43 മിനിറ്റ് കൊണ്ട് മെട്രോയ്ക്കാണെങ്കിൽ എത്തും. പക്ഷേ ഇപ്പം നിങ്ങൾ ബഡ്ജറ്റ് കുറച്ച് ട്രാവൽ ചെയ്യാനാണെങ്കിൽ ബസ്സാണ്. ബസ്സിന് 5 യൂറോയേ ഉള്ളൂ. മെട്രോ ആണെങ്കിൽ 9 യൂറോ ആവും. അപ്പോൾ പിന്നെ എളുപ്പം മെട്രോ മീൻസ് ബസ്സാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ ഞങ്ങളെന്തായാലും ഇനി ബസ് 9 മണിക്ക് ബസ് 10:13 ആകുമ്പോഴത്തേനും എയർപോർട്ടിലെത്തും. ഇഷ്ടംപോലെ സമയമുണ്ട്. നേരത്തെ ഇറങ്ങിയത് അത് കഴിഞ്ഞ് കുറേ ലേറ്റായിട്ട് ബസ്സുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മെട്രോ ഉള്ളൂ ലേറ്റായിട്ട്. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലൊക്കെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു ടൈം കിട്ടും. പിന്നെ ഞങ്ങളതുപോലെ ഞങ്ങളുടെ ഒരു ലഗേജ് ഇവിടെ ഏതൻസിൽ വെച്ചിട്ടാണ് പോകുന്നത്, ലോക്കറിൽ. അത് തിരിച്ച് ഞങ്ങൾ മൈക്കണോസ് സാൻറ്റോറിനി കണ്ട് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഞങ്ങളെടുക്കും. KFC ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ ആദ്യമേ വന്നിറങ്ങിയ ആ സ്ട്രീറ്റിലെത്തി. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു അവിടെ സോനിയറുകളൊക്കെ വെക്കുന്ന എല്ലാം ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. കാരണം സമയം രാവിലെ 8:30-9 മണി ആവുന്നേ ഉള്ളൂ. ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ നമുക്ക് അപ്പുറത്ത് കിടക്കണം. ബസ് അവിടെ മേലെ. അങ്ങനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ആ പാർലമെൻറ്റിൻ്റെ നമ്മൾ വന്ന് ഇറങ്ങി അതേ ഒരു സ്ഥലത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ആ ഒരു സ്ക്വയർ ഉണ്ട്. അവിടെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് എല്ലാ ബസ്സും നിർത്തിയിട്ടിട്ടുണ്ട്. അതിൽ X95 എന്ന് പറഞ്ഞ ബസ് കയറി നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ എത്തുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ബസ് പിന്നെ നിർത്തിയിട്ടുണ്ടാവും ഇവിടെ. നമുക്ക് പോകേണ്ടത് ബസ് എയർപോർട്ടിലേക്കുള്ള ഷട്ടിൽ എന്ന് പറയുന്നത് X95 ആയതുകൊണ്ട് നമ്മളതിൽ കയറി എല്ലാം എയർപോർട്ടിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരൊക്കെയാണ്. അപ്പം ഇനി ഒരു 1 അവർ, മാക്സിമം ഒരു 50 മിനിറ്റ്സ് ടു 1 അവർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. നമുക്ക് അവിടെ ടാപ്പ് ചെയ്ത് പേ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാർഡിൽ പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുത്താൽ മതി. 5 യൂറോ ഒരാൾക്ക്, 10 യൂറോ 2 പേരുണ്ട്, അവരുടെ കയ്യിൽ കൊടുത്താൽ മതി ക്യാഷ്. ട്രാമോ ഗ്ലാസ് വെച്ചാണ് അത് പണിത് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയില്ല കാണാൻ. എടുക്കാൻ മറന്നുപോയി. ഏതൻസ് ആ ടൗണ് വിട്ട് കുറച്ച് ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ടല്ലേ. പുതിയ പുതിയ ബിൽഡിങ്സ്, വൃത്തിയുണ്ട്. ആ ഏതൻസിൽ ആ ടൗണിൽ മാത്രമാണ് നമ്മൾ താമസിക്കാനായിട്ട്. അക്രോപോളിസിൻ്റെ അടുത്തുള്ള ഒരു ഏരിയ, അവിടെയുള്ള കുറച്ച് ഭാഗം ഇന്ന ടൗണാണ് നമുക്കധികം വൃത്തിയില്ലാത്ത പോലെ തോന്നി. നമ്മൾ വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി. ബസ്സിലധികം തിരക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ സീറ്റിൽ ബാഗ് വെച്ചിരിക്കുന്നത്. ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ കുറവാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ മിനിസ്ട്രി ഓഫ് നാഷണൽ ഡിഫൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത്, ഗ്രീസിൻ്റെ. പിന്നെ ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേനും നല്ല ഡെവലപ്ഡാണ്, നല്ല
അല്ലെങ്കിൽ റോഡുകൾ ഇവിടെ അടിപൊളി തന്നെയല്ലേ. ഏതൻസിൽ ആ ഒരു സിറ്റിയുടെ അടുത്ത് മാത്രമാണ് നമുക്ക് കുറച്ച് എല്ലാം അലമ്പായിട്ട് ഫീൽ ചെയ്തത്, വൃത്തിയില്ലാതെ സൂക്ഷിക്കാതെ നശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി, ഇറങ്ങാൻ നോക്കുന്നു. ഇതാണ് എയർപോർട്ട് ഏതൻസിലെ. അന്ന് നമ്മൾ രാത്രിയിൽ വന്നോണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ എയർപോർട്ട് സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞിപ്പോൾ ഏകദേശം 2.5 മണിക്കൂറായി. മടുത്ത് പുഴുത്ത് അളിഞ്ഞോടിയിരുന്നു. സെക്യൂരിറ്റിയുടെ കൂടെ തന്നെ ഇരിക്കുന്നത്. ഗേറ്റ് ഓപ്പൺ ആവാൻ ഇനിയും ഒരു എന്താ പറയണ്ടേ, ഗേറ്റ് അനൗൺസ് ചെയ്യാൻ തന്നെ ഇനിയൊരു 30 മിനിറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഗേറ്റ് ഓപ്പൺ ആവാൻ ഒരു 1:05 ആവും. ഇരുന്ന് മടുത്ത്, ഫോണിൽ കളിച്ചൊക്കെ മടുത്ത്. ഇനി കുറച്ച് നേരം അതിൽ നടന്ന് എന്താ പറയണ്ടേ, ഡ്യൂട്ടി ഫ്രീ ഒക്കെ എപ്പോഴും കാണുന്നതാണ്, എന്നാലും ചുമ്മാ കറക്കി നടക്കാതെ വിചാരിക്കുന്നു. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്. ഏതെങ്കിലും ചെറിയ എയർപോർട്ടാണ്, നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ എന്നാലും വെറുതെ ഇതിൽ നടക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ. ഇപ്പം തന്നെ ഓൾറെഡി 2-2.5 മണിക്കൂറായി ഇവിടെ ഇരിക്കുന്നു. നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി, കുറച്ചധികം നേരത്തെ ആയിപ്പോയി. പക്ഷേ ഏതൻസിൽ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് വലിയ കാര്യമില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പം അക്രോപോളിസ് കാണാമെന്നും അല്ലെങ്കിൽ ഇന്ന് രാവിലെ കാണാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് നേരത്തെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് 8 മണിയുടെ ടിക്കറ്റ് കിട്ടിയില്ല. സോ നേരത്തെ വരാതെ വരാതെ ഇരുന്നിട്ടും വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ബസ് കിട്ടാണ്ട് ആവില്ലേ, ബസ്സും അല്ലെങ്കിൽ മെട്രോ ഒന്നും കിട്ടാണ്ടാവും. നമ്മുടെ ലോക്കറിൽ ലഗേജ് വെച്ചു. ലഗേജ് വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ലഗേജ് വെക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയുക, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ അക്രോപോളിസിൻ്റെ തൊട്ടടുത്ത് നമ്മൾ താമസിക്കുന്നത്. അപ്പം നല്ലൊരു ഫ്ലാറ്റായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ എല്ലാം ഉണ്ട്. നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, നല്ല ഹാപ്പനിങ് ഏരിയ ആണ്, കുറേ ഫുഡ് ഫാളുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയുള്ള നല്ല അടിപൊളി ഏരിയ. അതിനടുത്ത് നമ്മളൊരു ലോക്കറിൻ്റെ കാര്യം നമ്മൾ താമസിക്കുന്ന, അതായത് നമ്മൾ തിരിച്ച് ഏതൻസിൽ വന്ന് എൻ്റെ താമസിക്കുന്ന റൂമിൽ ചോദിച്ചപ്പം അവർ നമുക്ക് ലിങ്ക് അയച്ചു തന്നു, ദ ലോക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അത് പോയി നമുക്ക് ബാഗ് വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പെർ ഡേ എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പെർ ഡേ 4 യൂറോ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 4 ദിവസം വേണം അല്ലേ, 6 യൂറോ. 4 യൂറോ ഉള്ളൊരു സ്ഥലം ഞങ്ങൾ കണ്ടു, പക്ഷേ അതിൻ്റെ ടൈമിങ് ഞങ്ങൾക്ക് സെറ്റായില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലം നോക്കിയപ്പോൾ അതിന് 6 യൂറോ പറഞ്ഞു. 6 യൂറോ കുറച്ച് അധികമായിട്ട് ഫീൽ ചെയ്തു. കാരണം 4 യൂറോയ്ക്ക് നമുക്ക് കിട്ടിയിട്ട് 6 യൂറോ കൊടുക്കാനൊരു മടി. നമ്മൾ ചീപ്പായിട്ടല്ലേ നോക്കുന്നത് എല്ലാം. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് പോയാലൊരു വാക്ക് കിട്ടിയാൽ നമുക്ക്, അതെ, അങ്ങനെ ഞങ്ങൾ മെസ്സേജ് അയച്ചു അവർക്ക് എത്ര റേറ്റ് ആവും. അപ്പോൾ 6 യൂറോ എന്ന് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 4 ദിവസം വെക്കണം, ഒരു ബാഗേ ഉള്ളൂ, ഞങ്ങൾക്ക് എത്ര 4 യൂറോയ്ക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് 4 യൂറോയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് റൗണ്ട് ചെയ്ത് എത്രയ്ക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ 20 മനസ്സിലാക്കും, 6 വെച്ച് നോക്കുമ്പോൾ 24 വരുന്നത്. നമ്മളൊരു 20 യൂറോ ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അയാൾ ഞങ്ങൾക്ക് ഓക്കെ അങ്ങനെയാണെങ്കിൽ 20 യൂറോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും ഹാപ്പിയായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ സെറ്റാണ്, ഞങ്ങൾ ഇന്ന ദിവസം 8-ാം തീയതി വെച്ച് 11-ാം തീയതി വൈകിട്ട് എടുക്കും എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞ് അവർ അപ്പോൾ മീൻസ് അവിടെ ആൾക്കാരൊന്നുമില്ല, അതായത് ഒരു ലോക്കർ ഏരിയ ആണ്. നമ്മളവിടെ പോകുന്നു, പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഏത് നമ്പർ ചൂസ് ചെയ്യുന്നു ലോക്കറിൻ്റെ, പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പം നമ്മൾ നമ്പർ അടിക്കുമ്പം എത്ര ബാലൻസ് നമ്മൾ ചെയ്യണോ അത് പേയ്മെൻറ്റ് കാണിക്കും. അതിന് ശേഷം പിന്നെ നമുക്ക് ആ ലോക്കർ അൺലോക്ക് ചെയ്ത് കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പേ ചെയ്താൽ മതി. അപ്പം അതിൽ 2 ടൈപ്പ് ഓഫ് ലോക്കേഴ്സ് ഉണ്ട്. ഒന്ന് വലുതാണ്, ഒന്ന് 4 ബാഗ് വരെ വെക്കാൻ പറ്റും. ചെറിയ ബാഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ഈ റക്സാക്കാണ്, അതായത് ഈ ഒരു സൈസ് അല്ല ഇത്. ഞങ്ങളിപ്പോൾ പകുതിയാക്കി മടക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം ഇത്രയും ഹൈറ്റ് വരുന്ന റക്സാക്ക് ഞങ്ങൾ പിന്നെ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അതായത് ചെറിയ 1 യൂറോൻ്റെ പെർ ഡേ 1 യൂറോ, പെർ അവർ 1 യൂറോ.
പെർ അവർ €1 ഇതിൽ നമ്മൾ അത് മാത്രം ഇപ്പോൾ പേ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ €1, പക്ഷേ ഞങ്ങൾ ആദ്യം എടുത്തപ്പോൾ അത് €2 വലുതെടുത്തു. പക്ഷേ നമുക്ക് വലുതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് പേയ്മെൻ്റ് ഒന്നും ചെയ്താലും പിന്നെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ചെറുത് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഏത് ലോക്കർ വേണോ ആ നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാം, പേയ്മെൻറ്റ് 1 അവറിൻ്റെത് പേ ചെയ്യുക, €1 ഞങ്ങൾക്ക് പേ ചെയ്തു. ബാലൻസ് അവർ നമ്മളോട് പറഞ്ഞത് ഏതോ ഞങ്ങൾക്ക് ലിങ്ക് അയക്കാം ബാലൻസ് പേയ്മെൻറ്റിൻ്റെ, അല്ലെങ്കിൽ തിരിച്ച് വരുമ്പം ബാലൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ എടുക്കാൻ വരാൻ നേരത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എടുക്കാൻ വരാൻ നേരത്ത്. കാരണം നമുക്ക് നോർമൽ പേ അല്ലല്ലോ, അവർ €20 സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. €20 എന്ന് പറയുമ്പോൾ നമുക്ക് പൗണ്ടിൽ പറയുമ്പോൾ ഏകദേശം 18 പൗണ്ടോ 17 പൗണ്ടോ അങ്ങനെ എന്തോ വരുള്ളൂ. അപ്പോൾ അത് ഒരു കണക്കിന് ലാഭമാണ്. കാരണം നമുക്കിപ്പം 2 ബാഗ് എടുത്ത് നമ്മൾ കാരണം ഞങ്ങൾ 2 ഐലൻഡ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് കവർ ചെയ്യണം. നമ്മൾ മൈക്കണോസ് കവർ ചെയ്യണം, സാൻഡോറിനി പോകണം, എന്നിട്ട് തിരിച്ച് വീണ്ടും ഏതൻസിൽ വരണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലോക്കറിൽ വെക്കുന്നതാണ് ഏറ്റവും ലാഭം. നമ്മൾ എടുത്ത് നടക്കുകയും വേണ്ട, ലഗേജ് അധികമായി നമുക്ക് എയർലൈൻസിൽ പൈസ പോകും എന്നുള്ള ടെൻഷനും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പം നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയതുകൊണ്ട് അവർ നമുക്ക് പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തരും. അവർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അവർക്ക് വെബ്സൈറ്റൊക്കെ ഉണ്ട്, ഞങ്ങൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പം റിവ്യൂ ഒക്കെ ഇപ്പോൾ കുഴപ്പമില്ല, നല്ല റിവ്യൂ. പിന്നെ ആ സ്ഥലവും അടുത്താണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഓക്കെ ആയി. ഇനിയിപ്പോൾ അവർ പേയ്മെൻറ്റ് ലിങ്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ലിങ്ക് അയച്ചു തന്ന് നമ്മൾ €1 ആണ് പേ ചെയ്ത്, €19 കൂടെ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അൺലോക്ക് ചെയ്ത് കിട്ടും. അതൊരു നല്ലൊരു ഇതല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ബാഗ് ചുമന്നുകൊണ്ട് എല്ലാവർക്കും നടക്കണ്ട. അത് നമുക്ക് 2-3 ദിവസത്തേക്ക് അത്രയും ഡ്രസ്സും സാധനങ്ങളെല്ലാം എടുക്കും. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ചുമന്നോണ്ട് നടക്കണ്ട എന്നുള്ളതൊരു വലിയ പ്ലസ്സാണ്. അതാണ് ബാഗേജിൻ്റെ കാര്യം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പിന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ചെക്ക് ഇൻ ആണ്. ഇവിടെയൊക്കെ നമുക്ക് കൗണ്ടറിൽ പോയി ബോർഡിംഗ് പാസ് ക്യൂ നിന്ന് ബോർഡിംഗ് പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിംഗ് പാസ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇപ്പം നമ്മുടെ വാളറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്കാൻ ചെയ്യുക, കയറി പോവുക. ഇനിയിപ്പോൾ വാളറ്റിലേക്ക് ആഡ് ചെയ്യേണ്ട, നമുക്ക് മെയിലായിട്ട് വരികയും ചെയ്യും. ആ മെയിലിൽ ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ നേരെ സെക്യൂരിറ്റിയിലേക്കാണ് വരുന്നത്. നമുക്ക് എവിടെയും കൗണ്ടറിലും മീൻസ് നിങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഇല്ല എങ്കിൽ നിങ്ങൾ കൗണ്ടറിൽ പോകേണ്ട ആവശ്യമില്ല. ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടെങ്കിൽ മാത്രം കൗണ്ടറിൽ പോയിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം UK ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാഗേജ് ഡ്രോപ്പ് ചെയ്യണമെങ്കിലും കൗണ്ടറിൽ പോകണ്ട, നമുക്ക് സ്വന്തമായിട്ട് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാവുന്നുള്ളൂ. പോവുക, വെയിറ്റ് നോക്കുന്ന സ്ഥാനം അവിടെ ഉണ്ടാവും, വെയിറ്റ് നോക്കുക, നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക, മീൻസ് നമ്മുടെ ഇത് സ്കാൻ ചെയ്യുക, അപ്പോൾ ബോർഡിംഗ് പാസ് പ്രിൻറ്റ് ചെയ്ത് കിട്ടും, ബാഗേജിൻ്റെ ഇതും പ്രിൻറ്റ് ചെയ്ത് കിട്ടും. നമ്മൾ തന്നെ ബാഗിൽ അത് ഒട്ടിക്കുന്നു, ബാഗ് ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോകുന്നു. അങ്ങനത്തെ സിസ്റ്റമൊക്കെയാണ്. സോ എന്താ പറയുക, മാൻ പവർ കുറഞ്ഞു എല്ലായിടത്തും, എയർപോർട്ടിലാണെങ്കിലും. സെക്യൂരിറ്റിയിൽ മാത്രമാണ് ഇപ്പം കുറച്ചിത് ഉള്ളത്. ഇനി ഇവിടെ സെക്യൂരിറ്റി കുറച്ച്, അതായത് ഓൾമോസ്റ്റ് എല്ലാവരും സംശയത്തിൻ്റെ നിഴലില്ല. ഓൾമോസ്റ്റ് എല്ലാവരും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്കിങ്ങനെ കയറി വരുന്ന സമയത്ത് തന്നെ എന്നെ പിടിച്ചിരുന്നായിരുന്നു. രാവിലെ പിടിച്ചു നോക്കി, കയ്യിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ ഉറച്ചു നോക്കി. അത് നോർമൽ, അതെന്താ അത് ടെസ്റ്റ് ചെയ്യുന്നതാണ് അവരെന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നുള്ളത്. അത് എല്ലാ എയർപോർട്ടിലും ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ അതുപോലെ കുറേ പേര് അങ്ങനെ പിടിച്ചു. ഒരു ചേച്ചീനെ പിടിച്ചു. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോഴൊക്കെയാണെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ മേലെ അവർ സ്ട്രിപ്പ് വരച്ച് നോക്കിയിട്ട് ഒരു സാധനത്തിൽ അത് വെച്ച് നോക്കും. ഇവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വേറൊരു സാധനം ഉണ്ടെന്നുള്ളൊരു സ്റ്റിക്ക് പോലത്തെ. നമ്മുടെ നാട്ടിലൊരു ചെറിയ പേപ്പർ പോലത്തെ സാധനമൊക്കെ മീൻസ് അത് മാറിയെന്ന് തോന്നുന്നു, അറിയില്ല. വരച്ചിട്ട് അത് ഒരു സാധനത്തിനകത്ത് കിട്ടുമ്പോൾ അവർക്കത് കാണിക്കും. അപ്പോൾ ഇവിടെ അത് കാണിച്ചതെന്താ വെച്ചാൽ പാസ് എന്ന് കാണിച്ചു, ഫെയിൽഡ് എന്ന് കാണിച്ചാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ലിക്വിഡ്സ് ഒന്നും അങ്ങനെ ലിക്വിഡ്സ് എടുത്ത് പുറത്ത് വെക്കണ്ട, ഇലക്ട്രോണിക്സ് എടുത്ത് പുറത്ത് വെക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പോകുമ്പോഴായിരുന്നു എല്ലാം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ബാഗിൽ ഇട്ടിട്ട് പുറത്ത് വെക്കണമായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ബാഗിൽ വെച്ചാൽ മതി. അതുപോലെ ഈ 100 ml എന്നുള്ള ആ ഒരു ഇത് മാറി. നമുക്കിപ്പം വെള്ളം കുടിച്ച് തീർന്നു. വെള്ളത്തിൻ്റെ ബോട്ടിൽ എനിക്ക് തോന്നുന്നു 2 ലിറ്റർ വരെയൊക്കെ കയ്യിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിട്ടുണ്ട് ഇപ്പം. അത് UK ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഈ വെള്ളം നമ്മൾ കൊണ്ടുവന്നപ്പോഴും ഒന്നും പറയാം. മുന്നേ ഈ വെള്ളം പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അവർ നമ്മളോട് കുടിച്ചിട്ട് കളഞ്ഞിട്ട് വേണമായിരുന്നു വരാൻ. അപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല. ഫുഡും പ്രശ്നമില്ല. ഇലക്ട്രോണിക്സ് ഒന്നും ഒരു പ്രശ്നമില്ല. നമ്മുടെ ബാഗിൽ തന്നെ, ക്യാരി ബാഗിൽ തന്നെ വെച്ചാൽ മതി. അവർ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്ത് വന്നോളും. ഒന്നും എടുത്ത് പുറത്ത് വെക്കണ്ട. മീൻസ് നമ്മൾ ബെൽറ്റ് അഴിച്ചു വെച്ചാൽ മാത്രം മതി. പിന്നെ ബൂട്ട്സ്, ഇപ്പം ബൂട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ ബൂട്ട്സ് അഴിച്ചു വെക്കണം. ഇവിടെ ഏജൻസിന്ന് അഴിപ്പിച്ചില്ല, UK അഴിപ്പിച്ചു. ബൂട്ട്സ് ആണെങ്കിൽ അഴിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ബൂട്ട്സ് മാത്രം. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പം മൈക്കണോസിലെത്തിയിട്ട് കാണാം. എന്തായാലും 1:45 ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 12:30 ഗേറ്റ്
12:45 അനൗൺസ് ചെയ്യത്തുള്ളൂ. പക്ഷേ നമുക്ക് ഓൾറെഡി മെയിൽ വന്നു ഏഗിൻ എയർലൈൻസിൻ്റെ ഗേറ്റ് 22 ആണെന്ന്. പക്ഷേ ഇവിടുത്തെ ബോർഡിൽ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇൻ കേസിന് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് വന്നാലോ എന്ന് വിചാരിച്ചാണ് ഗേറ്റ് ഇൻഫർമേഷൻ ഉള്ള സ്ഥലത്ത് തന്നെ ഇരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ ഫൈനലി സമയം 1:05 ആവാറായി. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യാറായി ഏകദേശം. 1:05 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ ഞങ്ങളുടെ ഗേറ്റിലാണുള്ളത് B-22. ഏതാണ് ഫ്ലൈറ്റ് എന്നറിയില്ല. ഇവിടെ ഒരെണ്ണമുണ്ട്, പക്ഷേ അത് എയറോ ബ്രിഡ്ജ് കണക്റ്റഡ് ആണ്. അവിടെ ഒരെണ്ണമുണ്ട്, എയറോ ബ്രിഡ്ജ് കണക്റ്റഡ് ആണ്. നമുക്ക് ഈ ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി നടന്നു പോയി അതിൽ കയറലാണോ അതോ ആ ഫ്ലൈറ്റിൽ കയറലാണോ എന്നറിയില്ല. ഏഗിൻ എയർലൈൻസ് അല്ലേ അത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിലപ്പം മറ്റേ ആ എയർപോർട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എയർപോർട്ട് ഇവിടെ ഒരു ഏഗിൻ എയർലൈൻസ് ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കും. പക്ഷേ അതിലേക്ക് എങ്ങനെ നടന്നു പോകാനുള്ള അപ്പുറത്തെ സൈഡാണല്ലോ. എയറോ ബ്രിഡ്ജ് കണക്ട് ചെയ്തിരിക്കുന്നതും വേറെ സ്ഥലത്താണ്. ചിലപ്പോൾ അറിയില്ല പ്രൊപ്പല്ലർ ഫ്ലൈറ്റ് ആണോ എന്ന്. അങ്ങനെയാണെന്നാണ് മുന്നേ കണ്ടത്. അങ്ങനെയാണെങ്കിൽ എയർപോർട്ട് ട്രാൻസ്പോർട്ടിൻ്റെ ആ ചെറിയ ബസ്സിൽ കയറിയിട്ട് നമ്മളെ ആ ഫ്ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുമായിരിക്കും. അങ്ങനെ ആയിരിക്കണം. ഇത് ക്ലോസ് ചെയ്തു. എന്താ ഇതിലൂടെ കയറണ്ടേ? അപ്പോൾ അയ്യോ, എന്നാൽ അങ്ങോട്ട് പോയി നിൽക്കാം. ബാക്കിൽ പോയിരിക്കാം. ഇതാ നമ്മുടെ ബസ് വന്നു. ഓക്കെ, എയർപോർട്ട് ട്രാൻസ്പോർട്ടാണ്. നമ്മൾ ഈ ബസ്സിൽ നമുക്ക് അതിലേ കയറി ക്യൂ നിന്നിട്ട് വേണം പോകാൻ. അപ്പോൾ റെഡി, ഇവരിപ്പം നമ്മളെ വിളിക്കുമായിരിക്കും. റെഡിയാണ്. ബസ് അവിടെ വന്ന് നിർത്തിയിട്ടുണ്ട്. സോ നമുക്ക് ബസ് മീൻസ് ബോർഡിങ് തുടങ്ങുമ്പോഴത്തേനും പോകാം. B-22 ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇവിടെ ഇരിക്കാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. B-22 ആണ് നമ്മുടെ ഗേറ്റ്. ഈ ചേട്ടൻ എന്തോ പറയുന്നുണ്ട് ആവശ്യം. അതെ, നമ്മുടെ വണ്ടി എടുത്തു. നമ്മൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാം. കുറച്ച് ആൾക്കാർ അല്ല, അങ്ങനെ ഒരുപാട് ഇത്രയും ആൾക്കാർ. കൂടുതൽ പേര് നേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു. അവിടെയുള്ളവർ മീൻസ് ലോക്കൽസ് ആണ് ഇവിടെ താമസിക്കുന്നവർ. ടൂറിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 1-2 പേരുണ്ട്. എന്നാലും ഇതാണ് എയർപോർട്ട്. നല്ല വെയിൽ. ഈ കാലാവസ്ഥ വേണം നമ്മളിവിടെ. ഏതൻസിൽ മീൻസ് ഏതൻസിലല്ല, ചെറിയ മഴ കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ഇറ്റലിയിൽ സെയിം കാലാവസ്ഥ കിട്ടിയാൽ മതിയായിരുന്നു. പ്രതീക്ഷിക്കാൻ പറ്റില്ല. സ്കൈ നമുക്ക് തിരിച്ചു നമ്മുടെ ഏഗിൻ എയർലൈൻസ് അവിടെ നിർത്തി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഏഗിൻ എയർലൈൻസ്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ വിചാരിച്ചു ചെറിയ ATR ഫ്ലൈറ്റാണ്, പ്രൊപ്പലർ ആണ്. ആ പ്രൊപ്പലർ ഫ്ലൈറ്റ് എവിടെയോ കാണിച്ചു പോലെ. നമ്മളിപ്പോൾ ഇപ്രാവശ്യം കുറേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് ഓർമ്മയില്ല. ഇതാണ് നമുക്ക് ലുഫ്താൻസയുടെ അതേ ഇത് മീൻസ് അതുപോലത്തെ ഒരു ലോഗോ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതിനടുത്ത് നമ്മളിപ്പോൾ കൊണ്ടുപോയി ഇറക്കും. അല്ല ഗൈസ്, നമ്മൾ ഇതിൽ തന്നെയാണ് പോകുന്നത്. ATR ഫ്ലൈറ്റിൽ തന്നെയാണ് പോകുന്നത്. ഒളിമ്പിക് എയർലൈൻസിൻ്റെ അതാണ് പിന്നെ പറഞ്ഞത്. മീൻസ് ഏഗിനാണ് ബുക്കിംഗ് എടുക്കുന്നത്, പക്ഷേ ഓപ്പറേറ്റഡ് ബൈ ഒളിമ്പിക് എയർലൈൻസ്. ഓക്കെ, ഒളിമ്പിക് എയർലൈൻസിൻ്റെ ഈ കുട്ടി വിമാനത്തിലാണ് നമ്മൾ പോകുന്നത്. അതെന്താ അതിൻ്റെ ഗ്ലാസ്സിൽ ചില്ല കുട്ടിയോ? ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ വിമാനം, ഈ കുട്ടി വിമാനം. അടിപൊളി. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ATR ഫ്ലൈറ്റ്, പ്രൊപ്പല്ലർ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബാക്കിലൂടെ കയറാം. ഇതിലൂടെ കയറ്റുള്ളൂ.
അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്രൊപ്പല്ലർ ഒളിമ്പിക് എയർലൈൻസിൻ്റെ ഓപ്പറേറ്റഡ് ബൈ ഏഗൻ എയർലൈൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഏതൻസ് ടു മൈക്രോസ്. 45 മിനിറ്റ് കൊണ്ട് നമ്മളെത്തും. നമ്മളിതിൽ കയറാൻ പോവാണ്. ആളുണ്ടെങ്കിലോ ഞാൻ വീഴുണ്ട, എനിക്ക് കാണൂല. നമ്മുടെ സീറ്റ് നമ്പർ അതാ 7 എവിടാന്ന് നോക്കാം. ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോട്ടെ. ഞാനിങ്ങനെ നമ്മുടെ ഈ പോകുന്ന എയർക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു. ഞാൻ വിചാരിച്ചു പൊതുവേ പ്രൊപ്പല്ലർ ഫ്ലൈറ്റ്സ് ATR ഫ്ലൈറ്റ്സ് ഒക്കെ പഴയതായിരിക്കുമല്ലോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒളിമ്പിക് എയർലൈൻസിൻ്റെ നമ്മൾ പോകുന്ന ഈ ATR 72-600 എന്ന് പറയുന്ന ഫ്ലൈറ്റ് അത് ബ്രാൻഡ് ന്യൂ ആണ്. 1 വർഷം പോലും ആയിട്ടില്ല. സെപ്റ്റംബർ 2025 വാങ്ങിയതാണ്. അപ്പോൾ ഏകദേശം എത്ര മാസമായി? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, 6-7 മാസം ആവുന്നേ ഉള്ളൂ. പുതിയതാണ്. കണ്ണിൽ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, ഒരു വട്ടം മാത്രം. ഇത് ഇത്രയും സ്ലോ അതല്ലേ? അതെ, അത്യാവശ്യം ലെഗ് റൂമൊക്കെ ഉണ്ട്, ഒരുപാട് സീറ്റ്സ് ബാക്കിയുണ്ട്. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് ഏകദേശം എടുക്കാറായി. ഇനിയിപ്പം 45 മിനിറ്റ് ഫ്ലൈ, അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ വെറും 45 മിനിറ്റ് മാത്രം ഫ്ലൈ ചെയ്യുന്ന ഏഗൻ എയർലൈൻസിൻ്റെ ഒരു ATR ഫ്ലൈറ്റിൽ ഒരു ചെറിയൊരു സ്നാക്കും ഒരു വൈപ്പും ഒരു കുപ്പി വെള്ളവും 2 പേർക്കും. അതൊരു ഗംഭീര സംഭവമാണ്. വെറും 45 മിനിറ്റ്. UK-ന്ന് ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്ന് ഏതൻസ് വരെ 3.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് വന്ന EasyJet ഒരു ഇത്തിരി ലഗേജ് കൂടിപ്പോയതിന് എക്സ്ട്രാ പൈസയും വാങ്ങിച്ച് ഒരു തുള്ളി വെള്ളം പോലും തരാത്ത അവരൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണം. അതും നമ്മൾ അത്രയും പൈസ ഈ ഫ്ലൈറ്റിനൊക്കെ പേ ചെയ്യുന്നുള്ളൂ, ചെറിയ റേറ്റേ ഉള്ളൂ. അത് ഏതായാലും അടിപൊളിയായി. നമ്മൾ കാണുന്ന ഒരു ഐലൻഡാണ് പോകുന്ന വഴിക്ക്. പക്ഷെ ഒരു മരം പോലില്ല, കുറച്ച് മരങ്ങൾ മാത്രം, ആൾതാമസമൊന്നും ഇല്ലാത്തൊരു ഐലൻഡ്. അതേപോലത്തെ വേറൊരു ഐലൻഡ്, അവിടെയും മരങ്ങളൊന്നും അങ്ങനെ കാണാനൊന്നുമില്ല. വളരെ കുറച്ച് ആൾതാമസമൊന്നുമില്ല. ഐലൻഡ് ഇല്ല, ആൾതാമസം ഉണ്ട് കേട്ടോ. കടലിനോട് അടുത്തെത്തുമ്പോൾ ഫുള്ള് വീടുകളാണ്, കാണുന്ന മുഴുവൻ വീടുകളാണ്. പക്ഷെ ഇങ്ങോട്ടേക്കൊക്കെ ഫുള്ള് മലകളൊക്കെ ആയിട്ട്, കാറ്റാടി മരങ്ങളൊക്കെ ആയിട്ട് ഇത് ഫുള്ള് വീടുകളാണ്. ചേട്ടൻ പ്രൊപ്പല്ലറുകളെ കെട്ടുന്നു, കൂട്ടിക്കെട്ടുന്നു. പ്രൊപ്പല്ലറുകൾ, സോറി, ഒരു കറക്ഷൻ ഉണ്ട്. അങ്ങനെ അതെ, ഇവിടെ പറയുന്നില്ല. അതെ, ഞങ്ങളങ്ങനെ മൈക്കണോസ് എത്തി. ഈ ചേട്ടന് വണ്ടി കൊണ്ട് എന്താ ചെയ്യണേ? 2 കൂട്ടി കെട്ടിയുള്ളൂ, 2 കൂട്ടി കെട്ടിയുള്ളൂ കേട്ടോ. ലഗേജ് കൊണ്ടുപോവാ. കഴിഞ്ഞു, കുട്ടി കെട്ടി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൈക്കണോസ് ഇൻ്റർനാഷണൽ അല്ല, മൈക്കണോസ് എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. മൈക്കണോസ് എന്ന് പറയുന്ന കുഞ്ഞ് ഐലൻഡിലേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പം എന്താ പറയുക, ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് വേറെ മീൻസ് ഇമിഗ്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യുക, ഇറങ്ങി പോകുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. പെട്ടെന്നിറങ്ങാൻ പുറത്ത്, പെട്ടെന്നിറങ്ങി നേരെ റൂമിലേക്ക് നടന്നു പോകുന്നു. അത്രേ ദൂരമേ ഉള്ളൂ ഇവിടുന്ന്, എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് നടന്ന്. എനിക്കൊന്ന് ഈ ഐലൻഡ് മൊത്തം നടന്ന് കാണാൻ നമുക്ക് പറ്റും എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നമ്മളിനി പുറത്തിറങ്ങിയിട്ട് കാണിക്കും. ഒന്നുമില്ല, നമ്മൾ പുറത്തെത്തി. ഇല്ലില്ല,
ഓ ഞാൻ വിചാരിച്ചു അവിടെ കസ്റ്റംസ് കൺട്രോളോ നമ്മൾ ചെക്ക് ചെയ്യോ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് ഒന്നുമില്ല. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ നമ്മൾ മൈക്കണോസ് എന്ന് പറയുന്ന ആ കുഞ്ഞൻ ഐലൻഡിലേക്ക് ഇറങ്ങി. നല്ല വെയിലാണ്. ഗ്ലാസ് വേണം, ഷെയ്ഡ്സ് വേണം, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, അത്രയും വെയിലാണ്. അപ്പോൾ നമുക്കിനി ലൊക്കേഷൻ ഇട്ട് നേരെ റൂമിലേക്ക് നടക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് താഴെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ റൂമിലേക്ക് ഇനി ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നടക്കാനുണ്ട്. ഞങ്ങൾ ആ ഒരു എന്താ പറയുക, ആ മൈക്കണോസിലെ ആ വൈറ്റ് വീടുകളുടെ അടുത്തേക്ക് എത്തുന്നേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് ഇത്രയേ ഉള്ളൂ, ഒരു കുന്നിറങ്ങി താഴേക്ക് വരിക ബീച്ചിൻ്റെ സൈഡിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാം റൂമുകളും എല്ലാം കാണാൻ പറ്റുക. അവിടെ താഴെയുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ പൂവാണ് ഇവിടെ മൊത്തം ഉള്ളത്. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ തന്നെ പൂവല്ലേ, ഒരു ചെറിയ കോളാമ്പി പൂ പോലത്തെ ഒരു സാധനം. അതെല്ലായിടത്തും ഉണ്ട് ഇവിടെ കംപ്ലീറ്റ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ഇവർ കളഞ്ഞിട്ടില്ല. ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഏരിയൽ ഷോട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമല്ല ഇതൊക്കെ. നമുക്കിനി ഒരു 10-20 മിനിറ്റ് ഇവിടെ നടക്കാനുണ്ട്. ഞങ്ങൾ പയ്യെ സ്ഥലമൊക്കെ കണ്ട് നടക്കുകയാണ്. നല്ല വെയിലാണ്. വെയിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം മഴയാണെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല. അതിനെന്തോ റെയിലിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ മഴയാണെങ്കിൽ ഈ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. വെയിലിനെ അതുകൊണ്ട് നമ്മൾ കുറ്റം പറയുകയില്ല. പൊതുവേ എന്താ പറയുക, ഈ ഒരു കാലാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. അതുകൊണ്ടാണല്ലോ ആളുകൾ സമ്മറിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തേടി വരുന്നത്, ബീച്ച് സൈഡ് എന്താ പറയുക ആസ്വദിക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ പോകുന്നത് റൂമും നമ്മളെടുത്തിരിക്കുന്നത് ഏകദേശം ബീച്ച് സൈഡാണ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണ് അക്കോമഡേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ ഒരു വൈറ്റ് ബിൽഡിങ്സ്, നമ്മൾ മൈക്കണോസിൽ കാണുന്ന ഐക്കോണിക് വൈറ്റ് ബിൽഡിങ്സിൻ്റെ അകത്ത് അതിനുള്ളിലെ ഒരു ബിൽഡിങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു, കാരണം ഞാൻ ആ റൂം നോക്കിയപ്പം റേറ്റും കുറവായിരുന്നു. അതുമാത്രമല്ല 3-4 പേർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പുള്ള റൂമായിരുന്നു. അപ്പോൾ നമ്മൾ സെയിം പ്രൈസും, അത് 2-3 പേരാണെങ്കിലും സെയിം പ്രൈസ്. അപ്പോൾ അവരിപ്പം ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര മണിയാകുമ്പോൾ എത്തും, പിന്നെ എത്ര പേരാണുള്ളത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 2 പേരേ ഉള്ളൂ, കപ്പിൾസാണ്. അപ്പോൾ കപ്പിളാണ്. അവർ ഓക്കെ വന്നു. അങ്ങനെ നടന്ന് ഞങ്ങളൊരു സർക്കിളിൻ്റെ അടുത്തെത്തി. ബീച്ച് നമുക്കവിടെ കാണാം. ഈ ലൊക്കേഷൻ നോക്കണം, ഇവിടുന്ന് എങ്ങോട്ടാണ് ഒന്ന് ലൊക്കേഷൻ കാണിക്കും. എല്ലാവർക്കും ഒരു ചിരിയാട്ടോ നമ്മളെ കാണുമ്പോൾ, അങ്ങനെ ഒരു സ്മൈൽ. ചിരി നേരത്തെ ഇരിക്കുന്ന ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ കാറിൽ നിന്ന് ചിരിച്ചാണ്. നീറ്റാല്ലേ. നമ്മൾ ഈ സർക്കിളിലെത്തി നമുക്ക് അങ്ങോട്ടേക്കാ പോകണ്ടേ. അവിടെ താഴേക്ക് റോഡുണ്ടോ? മൈക്കണോസിലെ ഡെൻ്റൽ ക്ലിനിക് ആണെന്ന് തോന്നുന്നു. നമ്മൾ നടന്ന് ഇനിയൊരു 15 മിനിറ്റും കൂടെ നടക്കാനുള്ളൂ. 15 മിനിറ്റും കൂടെ നടക്കാനുള്ളൂ നമുക്ക്. ജസ്റ്റ് 15 മിനിറ്റ്സ്. നല്ല വ്യൂ, നല്ലൊരു പള്ളി പണിത് വെച്ചിട്ട് കണ്ടോ, ആ സീ ഫേസ് ചെയ്തിട്ടല്ല ശരിക്കും, സീ അങ്ങോട്ടാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഭംഗി നോക്കി ആ പാറേൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഒരു ചെറിയ വഴി. എന്ത് രസമാണ് ഈ കാണാൻ. മാൻഡേറ്ററി ആണ് ഇങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മറ്റേ പണ്ട് കപ്പലൊക്കെ വരുമ്പോൾ മറ്റേ ലൈറ്റ് ഹൗസ് പോലത്തെ എന്തോ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പ്. ലൈറ്റ് ഇല്ല, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. ഇതേതോ ഒരു ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അവരിത് ഹോം സ്റ്റേ പോലെ ആക്കിയത്. നല്ല രസമാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ, പുതിയതാണ്. അങ്ങനെ മൈക്കണോസിലെ ആ ഐക്കോണിക് ബിൽഡിങ്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വണ്ടികൾ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ മൈക്കണോസ് പൂച്ചാന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ ഇത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ബീച്ചിൻ്റെ സൈഡിലായിട്ട് എൻഡിലാണ് നമ്മുടെ റൂം വന്നിട്ട്. എല്ലാത്തിനും ഒരേ കളറായിരിക്കും, ഒരേ രീതിയായിരിക്കും, ഫ്ലോറൽ അടിപൊളിയായിരിക്കും.
ഇത് പൂക്കളും ചെടികളൊക്കെ കരിഞ്ഞു പോയി. ഇതൊക്കെ നല്ല ഗംഭീരമായിരിക്കും സമ്മറിൽ, അതുപോലെ ഓട്ടം അല്ലേ, ഓട്ടം സീസണിൽ ഗംഭീര വ്യൂ ആയിരിക്കും ഇതിനൊക്കെ. ഇതുപോലത്തെ ഒരു ബിൽഡിങ്ങാണ് നമ്മുടെ. 6 മിനിറ്റും കൂടെ നടന്നാൽ നമ്മൾ നമ്മുടെ റൂമിലെത്തും. ഏതൊക്കെയോ വീടുകളിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കും. ഇതൊക്കെ ഇവിടെയുള്ള ലോക്കൽസായിട്ടുള്ള ആൾക്കാർ റെൻറ്റിനെടുത്തും അല്ലെങ്കിൽ അവർ തന്നെ പണിതും എങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ് വർക്കാവുന്നതെന്ന് അറിയില്ല. അവർക്ക് സ്വന്തമാണ് തരം നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഫൈനലി ആ ലൊക്കേഷനൊക്കെ ഇട്ടത് ഈ ഇടവഴികളിലൂടെ നടന്ന് നമ്മുടെ റൂമിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 2 ആണോ? 2 ഏതാ? ഇത് 1, 2 ആണ് നമ്മുടെ. അവർ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നത്. ഇനി ആ കീ ബോക്സ് തുറന്നേ, അത് തുറക്ക്. അതിൽ നമ്മുടെ നമ്പർ അടിക്കണം. കാണിച്ചാൽ എൻ്റെ ഫോൺ നോക്കട്ടെ. അവർ നമുക്ക് കോഡ് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ഹാർഡായിരുന്നു. ഞാൻ വിചാരിച്ചു ലോക്ക് ഓപ്പൺ ആയിട്ടില്ല. ലോക്ക് ഓപ്പൺ ആകുന്നുണ്ട് ഈസി ആയിട്ട്, പക്ഷേ ഡോർ ഭയങ്കര ഹാർഡായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ആൾക്ക് മെസ്സേജ് അയച്ചു, ലാൻഡ് ലോഡിന് മെസ്സേജ് അയച്ചു, എന്താ ചെയ്യേണ്ടത്, ഇത് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു ലിറ്റിൽ ബിറ്റ് ഹാർഡായിട്ട് പുഷ് ചെയ്യാൻ പറ്റുമോ. ഞാൻ പറഞ്ഞു ചെയ്തു, പക്ഷേ ആകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ പറഞ്ഞു ഇല്ല, ഒന്ന് ആഞ്ഞ് തള്ളി നോക്കിയാൽ മതി. ഇതല്ല, ആഞ്ഞ് തള്ളി. മേലെയാണ് ബെഡ്റൂം വരുന്നത്. ചെറിയൊരു സ്റ്റെയർസ് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിള്, ചെറിയൊരു കിച്ചൺ. ഇവിടെ എന്താണെന്ന് തുറന്ന് നോക്കണം. ചെറിയൊരു റൂം, സ്റ്റോറേജ് ആണെന്ന് തോന്നുന്നു. ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. മേലെ ഒന്നും കാണുന്നില്ല, താഴെ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്രെഡ് ടോസ്റ്ററാണോ അതോ കോഫി മേക്കറാണോ? കെറ്റിലും വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ ഉണ്ട്. നമുക്ക് ആ തുണി അലക്കാനുള്ള വാഷിംഗ് മെഷീനുണ്ട്. അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഉണ്ട്. കൊള്ളാം. മൈക്കണോസിലെ നമ്മൾ ഒരു ദിവസം താമസിക്കാൻ പോകുന്ന റൂം. ഒരു നൈറ്റ് മാത്രമേ നമ്മളിവിടെ ഉള്ളൂ. ഒരു നൈറ്റ് കാണേണ്ടതേ ഉള്ളൂ അല്ലേ. നമുക്ക് ബെഡ്റൂം പോയി നോക്കാം. അങ്ങനെയാണ്. തലയിടിക്കരുത്. ഓക്കെ, 2 ബെഡ്റൂമാണ്. 3 ബെഡ്റൂം ആക്ച്വലി, അല്ല 2 ബെഡ്റൂം. ഇതാണ് ടോയ്ലറ്റ്. കൊള്ളാം. ടോയ്ലറ്റ്, അതെ, അതാണ് അവർ ചോദിച്ചത് നമ്മൾ എത്ര പേരുണ്ടെന്ന്. ഇതാണ് AC ഒക്കെ ഉണ്ട്. ഏത് റൂം വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. ചെറിയൊരു വാർഡ്രോബ് വിത്ത് ലോക്കർ. ഇതൊരു പൂട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ചെറിയൊരു ബാൽക്കണി പോലത്തെ എന്തോ ഒരു സംഭവം തോന്നുന്നു. ഇതൊരു ലോക്ക് ചെയ്തിട്ടിരിക്കുക. ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി ലോക്ക് ചെയ്തതാണ്. കൊള്ളാം അല്ലേ. വലിയൊരു വീട്. നമുക്ക് ബോയിലർ, അതെ, ചെറിയൊരു നാരോ സ്റ്റെപ്പാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു നൈറ്റ് താമസിക്കാനല്ലേ. അപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങോട്ടും അങ്ങോട്ടും വഴികളാണ്. അങ്ങോട്ടേക്ക് ബീച്ച് സൈഡ് വഴിയാണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കണം. ആ സൈഡാണ് ബീച്ച്. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് ലഗേജൊക്കെ വെച്ച് നമുക്ക് ഇറങ്ങാം. എന്തായാലും ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട്. കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിതുവരെ ഗ്രീസിലെ ഒരു കഴിച്ചോന്ന് ചോദിച്ചാൽ കഴിച്ചു, ഒതൻറ്റിക്. പക്ഷേ എന്നാലും അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ആ വൈറ്റ് ബിൽഡിങ്സൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പം കാണുന്ന കാഴ്ചയാണിത്. വിശന്ന് കുടലൊക്കെ കരിഞ്ഞ് മണം വരാൻ തുടങ്ങി. കുടൽ കരിഞ്ഞ മണം. ഇനി ഞങ്ങൾ ഇവിടുന്നേലും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ്സ്, ഇത് കുഴപ്പമില്ല, തിരക്കുണ്ടല്ലോ ആ റെസ്റ്റോറൻറ്റിൽ. ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് ഭക്ഷണം എന്ത് കഴിക്കണമെന്ന് കണ്ടുപിടിച്ച് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് വയ്യ അല്ലേ. നല്ല രസമുണ്ട് കാണാനല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കാൻ വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു, വിശന്നിട്ട് രക്ഷയില്ല. ഞങ്ങളൊരു ലാം ഷാങ്ക് പ്ലസ് ഇവരുടെ ട്രഡീഷണൽ മൊസാക്ക എന്ന് പറയുന്ന അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പ്രാവശ്യമേ കഴിച്ചുള്ളൂ, പക്ഷെ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
അപ്പോൾ മൊസാക്ക പിന്നെ ലാം ഷാങ്ക് വിത്ത് മാഷ്ഡ് പൊട്ടറ്റോ ആണ് പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം, വലിയ തിരക്കൊന്നുമില്ല. ഓഫ് സീസൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് സീസൺ. വലിയ ആൾക്കാരൊന്നുമില്ല. ഈ റെസ്റ്റോറൻറ്റിലുള്ള തിരക്കേ ഉള്ളൂ, ചെറിയ തിരക്ക്. അതിൻ്റെ ചുറ്റും പരിസരത്തൊന്നും ആൾക്കാരില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സീസണൽ ടൈമിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഏരിയ ആയിരിക്കും. ഇതൊക്കെ നിറഞ്ഞിരിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ നല്ല കാലാവസ്ഥയാണ്, പക്ഷെ എന്നാലും ആൾക്കാരില്ല. എന്താണെന്നറിയില്ല, വിൻ്ററാണ്, ഭയങ്കര ഇതാണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ആൾക്കാർ വരാത്തത്. പക്ഷേ വിൻ്റർ ആണെങ്കിലും വലിയ തണുപ്പൊന്നുമില്ല, നല്ല വെതർ, നല്ല വെയിൽ, ചെറിയൊരു തണുപ്പ് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ഇതാണ് മൊസാക്ക, ഇത് ലാമ്പിൻ്റെ മൊസാക്ക അടിപൊളിയാണ്. ഇവിടെ ഒരു എനിക്ക് ബീഫ് ലസാനിയയുടെ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. കൊള്ളാം. ലാമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, നല്ല സോഫ്റ്റാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. പള്ളിക്കത്ത് കണ്ടിരിക്കുകയാണോ? അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളിവിടെ മൈക്രോസിൻ്റെ ആ ഒരു മാപ്പ് ഇവിടെ കണ്ടു. എന്തൊക്കെയാണ്, ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, ഇവിടെ തിയേറ്റർ ഉണ്ട്, സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് ഉണ്ട്. നമ്മൾ ഏകദേശം ഇവിടെയല്ല ഇപ്പോൾ ഉള്ളത്, നമ്മളിവിടെയാണ് ഉള്ളത് അല്ലേ. ഇവിടെ അല്ലല്ലേ, ഈ ഭാഗത്ത് ഇവിടെ കണ്ടാൽ നമ്മളിവിടെയല്ലേ, അതല്ലേ യു ആർ ഹിയർ എന്ന് പറഞ്ഞാൽ. ആ ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് കഴിച്ചത് അല്ലേ. ഇവിടെ മാർക്കറ്റ് ഉണ്ട്, സിനിമയുണ്ട്. ഇതാണ് ലിറ്റിൽ വെനീസ്. അത് ഇങ്ങോട്ട് പോകണം കേട്ടോ മോനെ, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയി കൊടുക്കണം. നമ്മൾ ഇങ്ങോട്ട് പോകണം, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ലിറ്റിൽ വെനീസ് കാണാൻ പറ്റും. വിൻമിൽസ് ആ നമ്മളാ കണ്ട സാധനമാണ് ഇവിടുത്തെ വലിയ സംഭവം, വിൻമിൽസ്. എനിക്കത് മനസ്സിലായില്ലായിരുന്നു. വിടയോ ആരോട്. പിന്നെ സ്റ്റേഷൻ, കാർ സ്റ്റേഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് പോകണം. ബസ് ടെർമിനൽ ഉണ്ട്, ഇവിടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഒന്നും ഓടുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ. നമ്മളൊന്നും കണ്ടില്ല. സീസൺ അല്ലാത്തതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. നമുക്ക് പയ്യെ ലിറ്റിൽ വെനീസ് കാണാൻ പോകാം. ലിറ്റിൽ വെനീസ് കണ്ട് നമുക്ക് റൂമിലേക്ക് പോകാം. റൂമിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങാം. റൂമിൽ പോവാം. ലിറ്റിൽ വെനീസ് കാണാൻ പോകും. ഇതിനിടയ്ക്കൂടെയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ പയ്യെ. അപ്പച്ച മീൻ പിടിക്കുന്നു. മീൻ കിട്ടിയാവോ? ഹായ്, യു ഗോട്ട് ഫിഷ്? യു ഗോട്ട് ഫിഷ്? No fish. Where is fish? Yes. Sardina. Wow. Oh, nice. Sardina, beautiful. Sardina? Fresco, beautiful. Yeah, okay. അങ്ങനെ അപ്പച്ച മീൻ പിടിച്ചോണ്ടിരിക്കും. For you. He doesn't know how to do that. Italiano photo. Oh, Indian. We are from India, living in UK, London. London. India. Yeah. India. You know India? No. Micros. Albanese. Albania. Albania. You are from Albania? Yes. We went to Albania. Yes. Okay. Albania, beautiful. We all. Money. Here. Albania, beautiful. We went to Tirana, Berat, Saranda. Yeah, Saranda, the Saranda. Eurocaster. Eurocaster. Bravo, Albanoses. We go everywhere. Berat. Here, Mykonos, tomorrow going. Santorini. Santorini no good. No good? Sismok. Adlona, Saranda, Eurocaster, Mayo. Iana. Beach for you. Signore me. Grazie. Mayo. Here beautiful. Okay, Santorini, no? Santorini no good. No, Santorini. Sismok. Why? Santorini. Vulcan. Fotia. No good. Here beautiful. നമ്മളിങ്ങനെ ചുമ്മാ നടന്ന് വന്നപ്പോൾ കണ്ടൊരു വ്യൂ ആണേ. എന്ത് രസാ. സൺസെറ്റ് ആവാൻ പോകുന്നതിൻ്റെ ഒരു കളറ് അടിപൊളിയായിട്ടുണ്ട്.
നല്ല ഭംഗിയുണ്ട്. ഇതൊരു വാഷ്റൂമാണ് ഇവിടെ തന്നെ. ഇതാണ് അതിൻ്റെ വ്യൂ. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. രാഹുൽ കുറേ അതിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ അല്ലെങ്കിലേ ഫോട്ടോഗ്രാഫി ക്രേസ് ഉള്ളതാണ്. ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല, ഇവിടെ തന്നെ നിന്നിട്ടാ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു ഓൾഡ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, അത് നശിച്ചുപോയി, പക്ഷെ അവരതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ചേർച്ചാണ്. പിന്നെ ബാക്കി എന്താ പറയുക, അവിടെ ഒരു ഷിപ്പ് ഉണ്ട്, കാണുന്നുണ്ടോ? കിട്ടിയോ? ഇതാണ് രാഹുലിൻ്റെ ഫോട്ടോഗ്രാഫി. വീഡിയോ അങ്ങനെ ഞങ്ങൾ ആ ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ ഇങ്ങനെ കണ്ട്. ഇതെന്തോ ഒരു പഴയൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു, തകർന്നടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് മൈക്കണോസ് ആണ്. മൈക്കണോസ് ഇതൊരു കാസിലായിരുന്നു അല്ലേ? ഇത് ഇവർ ചെയ്തിരിക്കുന്നതന്നെ സൺസെറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ, എൻജോയ് ദ സൺസെറ്റ് വിത്തൗട്ട് ഡേർട്ട് ആൻഡ് ഗാർബേജ്. അങ്ങോട്ടേക്ക് ഓ, ഇത് പഴയ ഏതോ കാസിലാണ്. അത് ചെറിയൊരു ചേർച്ചും ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് ഇത്. ഓ മൈ ഗോഡ്, അതൊരു വല്ലാത്ത വ്യൂ. അടിപൊളി. അങ്ങനെ ആരോരുമില്ലാത്ത ആ ഒഴിഞ്ഞ മിക്കനോസ് മിക്കനോസിന്റെ ആ എന്താ പറയാ, ആ ഭംഗി ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു അടിപൊളി സൺസെറ്റൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യേ, നനഞ്ഞു, ഞാൻ നനഞ്ഞു. വെള്ളം, കടൽ വെള്ളം തെറിച്ച്. അങ്ങനെ ഞങ്ങൾ മിക്കനോസിൻ്റെ ആ ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സൺസെറ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങളതിൻ്റെ ഒരു ടൈം ലാപ്സ് ഒക്കെ എടുത്ത് ഞങ്ങളിവിടെ ഇരുന്നത് കണ്ട്. ഇതാണ് ആ മൈക്കനോസിലെ ഐക്കോണിക് വിൻമില്ല്. ഞങ്ങളതൊക്കെ കണ്ട്. കടൽ കുറച്ച് രൂക്ഷമായി വരുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ തിരയൊക്കെ കൂടി വരുന്നു. അങ്ങനെ ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോകാനാണ് നോക്കുന്നത്. ഒട്ടും ആൾക്കാരില്ല, അതായത് ഓഫ് സീസണാണ്, വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ. വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശൈത്യമൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. നമുക്ക് എന്താ പറയുന്നത്, ഞങ്ങൾ UK നിന്ന് വന്നുകൊണ്ട് തന്നെ അവിടുത്തെ തണുപ്പിൻ്റെ എന്താ പറയുക, ഒട്ടും ഇവിടെ നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല തണുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ആളുകളൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കുമുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വിശപ്പൊക്കെ മാറി. ഞങ്ങൾ ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ഈ ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞ ഈ ഏരിയ ഒക്കെ ഒന്ന് കണ്ട് തിരിച്ച് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷായി, കുളിച്ച് ഫ്രഷായി വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങണം എന്നാണ് ഇനി വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വയറ്റാണോ മിക്കനോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. അല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. ഇത് ഭയങ്കര ക്വയറ്റാണ്, ആരുമില്ല. അപ്പം നമുക്കിതിലേ പോവാം. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നാൽ ഇതിലൂടെ പോയാൽ അവിടെ എത്തുമായിരിക്കും. അങ്ങനെ ഞങ്ങളിതൊക്കെ കണ്ട് ഭയങ്കര ക്വയറ്റ്. അയ്യോ, ഇവിടെ എത്തുമ്പോൾ ഒരു എക്കോ പോലെ, ആരുമില്ല, ഒന്നുമില്ല അങ്ങനെ. അപ്പം കുറച്ചും കൂടെ പുതിയതായിട്ട് പെയിൻറ്റ് ചെയ്ത ഏരിയ പോലെ ഉണ്ട് ഇത്. അധികം വൃത്തികേടില്ല. എനിക്ക് തോന്നുന്നു ഇവർ സീസൺ കഴിഞ്ഞ് കഴിയുമ്പം ഇവർ പെയിൻറ്റ് ചെയ്യും, വൃത്തിയാക്കും, അങ്ങനത്തെ പണികളിലൊക്കെ ഏർപ്പെട്ട് ഇപ്പം അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് പൂച്ചയുണ്ട്. ഞങ്ങൾ ലൊക്കേഷനൊന്നും ഇട്ടിട്ടില്ല, ചുമ്മാ ഇങ്ങനെ നടക്കുവാണ്. എവിടെയെങ്കിലും കുറേ പൂച്ചകൾ എവിടെയെങ്കിലും എത്തുമായിരിക്കും. നമുക്കിങ്ങനെ നടക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തും. ഇതിൻ്റെ ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏരിയൽ വ്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാകും കാണാൻ.
ഇതിനുള്ളിലൂടെ നടക്കാനും നല്ല ഭംഗിയുണ്ട്. ഫ്ലൈറ്റിൽ വരുമ്പോൾ കാണാൻ ആ അത് ശരിയാണ്. നമ്മൾ ചെറിയ എയർപോർട്ടാണ്, വളരെ ചെറിയ എയർപോർട്ട്. എനിക്കൊന്നും ഈ പ്രൊപ്പല്ലർ ഫ്ലൈറ്റ്സ് മാത്രമേ ഇവിടെ ഇറങ്ങുള്ളൂ. അതിന് ATR ഫ്ലൈറ്റ്സുകൾക്ക് ഇറങ്ങാനുള്ള അത്രയും വലിപ്പമുള്ള റൺവേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളിവിടുന്ന് എന്താ പറയുക, കുറച്ച് നടന്നു പോയാൽ മതി, 36 മിനിറ്റ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന്. ഇനി അതല്ല അതിനും ബാക്കിലേക്ക് നമുക്ക് റൂം എടുക്കണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം മൈക്കനോസിൻ്റെ ഭംഗി. മിക്കനോസ് ഇത് കടലിന് കുറച്ചും കൂടി അടുത്ത് നല്ലൊരു വ്യൂ പോയിന്റ് വീണ്ടും. നമ്മളങ്ങനെ നടന്ന വിൻമില്ലിൻ്റെ ഏകദേശം അടുത്തെത്തി. വെള്ളം മനസ്സിലായി. ഓക്കെ, നമ്മളെ സന്തോഷവാർത്തകളങ്ങനെയൊക്കെ ഇതിലൂടെ നടന്ന ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഏരിയ ഒന്നും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തില്ല. നോക്കട്ടെ. ഇത് രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരണമെങ്കിൽ, നിൽക്കണമെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിലും മിക്കവാറും നമ്മൾ ഇത് കൊടുക്കേണ്ടി, മീൻസ് ക്യൂ നിൽക്കേണ്ടി വരും. പക്ഷേ ഇതൊരു രക്ഷയില്ല, അടിപൊളി. ഇതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റ്സും ഹോം സ്റ്റേകളും ഒക്കെയാണ്. അതാ ഞാൻ പറഞ്ഞ കടൽ ഭയങ്കര അഗ്രസീവായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും. അപ്പം അതുവഴി കടന്നു പോകാൻ പറ്റില്ല അല്ലേ? അയ്യോ, നമ്മൾ വെള്ളത്തിൽ ചാടിപ്പോവും. ഞാൻ ഇതുവഴി അങ്ങ് കടന്നു പോകാമെന്ന് വിചാരിച്ചത്. അതുവഴി നടന്നു പോകാമെന്നാണ് വിചാരിച്ചത് അപ്പുറത്തേക്ക്. പക്ഷേ വെള്ളം അടിച്ച് കയറുന്ന കണ്ടോണേ, കണ്ടോ? റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ അപ്പുറത്തൂടെ പോകാം. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. നമ്മൾ നടന്ന ആ വിൻമില്ലുകളുടെ അടുത്തെത്തി. ആകാശവും കടലും ഒക്കെ കാണാൻ നല്ല ഭംഗി അല്ലേ? അതാണ് ആ ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം. പിന്നെ ഒരുപാട് ചർച്ചുകളുണ്ട് ഇതിനുള്ളിൽ. ഇത് കുറേ സ്റ്റെപ്സ്, നമുക്ക് സ്റ്റെപ്പ് കയറി പോകാം. അല്ല മുക്കിന് ചർച്ചുകളാണ് ഇതിൻ്റെ അകത്ത് മൊത്തം. ഇവിടെ കാണുന്ന ഒരു ചർച്ചാണ്. അപ്പുറത്ത് ഞങ്ങളിപ്പോൾ കണ്ടു, ആ ചർച്ചിൽ ഇപ്പോഴും അച്ഛനുണ്ട്, അകത്ത് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഈവനിങ് മാസം കഴിഞ്ഞിട്ടൊക്കെ. ഇതാണ് ആ ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ഏരിയ. നല്ല ഭംഗിയിലെ കാണാൻ. ഞങ്ങളതിലൂടെയാണ് നടന്നു വന്നത്. ടൂറിസ്റ്റുകളൊന്നും ഒട്ടുമില്ല കേട്ടോ, ഒട്ടുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമാണ് ഇവിടെ ടൂറിസ്റ്റുകളായിട്ടുള്ളത്. ബാക്കി ഞങ്ങൾ കണ്ടത് മൊത്തം ഇവിടുത്തെ ലോക്കൽസിനെയാണ്, ഇവിടെ താമസിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ പൂട്ടി എല്ലാവരും പോയി. ആകാശം കണ്ടോ, ഭംഗിയാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആളുകളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവർക്ക് ആയിരിക്കുമല്ലോ, കാരണം ടൂറിസം കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഐലൻഡാണ് മൈക്കോണോസ് സാന്റോറിനി എന്നൊക്കെ പറയുന്നത്. ടൂറിസ്റ്റുകളില്ലാതെ അവർക്ക് വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആര് കണ്ടാലും നമ്മളൊന്ന് ചിരിച്ച് അഭിസംബോധന ചെയ്യും അല്ലേ? നമുക്കൊരു നല്ലൊരു ചിരി എല്ലാവരും തരും നമ്മളെ കാണുമ്പോൾ. അങ്ങനെ ഇവിടെ 1-2 ടൂറിസ്റ്റുകളെ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ചൈനീസ് ഒരു ആളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ വ്യൂ. ക്യാമറയിലെ ആ ഭംഗി നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ ലുക്ക് അറ്റ് ദ വ്യൂ. എൻ്റെ അമ്മ, രക്ഷയില്ല. ഇതൊക്കെ നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണണം അല്ലേ? ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും വന്ന് കാണേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഈ മിക്കനോസ് സാന്റോറിനി എന്നൊക്കെ പറയുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ മെറ്റിയോറൊക്കെ മസ്റ്റ് വിസിറ്റാണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം മെറ്റിയോറൊക്കെ നമ്മൾ കണ്ടിരിക്കണം. ഒക്കെ എന്താ പറയണ്ടേ, അത്ഭുതകരമായ നിർമ്മിതികളാണ് ഇതൊക്കെ. ഞങ്ങൾ കുറച്ച് നേരം കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അങ്ങനെ ഞങ്ങൾ മൈക്കണോസിൽ നിന്ന് പുറത്തേക്ക് പോവാണ്, ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഞങ്ങൾ ഇച്ചിരി ലേറ്റാണ്, അതുകൊണ്ട് കുറച്ച് ഓട്ടത്തിലാണ്. ഇവിടുന്ന് അങ്ങോട്ടില്ല. ഒന്നര മണിക്കൂറുണ്ട്. ഓ, അപ്പം ഇപ്പം ഞങ്ങൾ മൈക്കണോസിൻ്റെ പുറത്തിറങ്ങും ഇൻ ഫ്യൂ മിനിറ്റ്സ്. ഇതാണ് മൈക്കണോസ്. ഇന്ന് കുറച്ച് ഷോപ്സൊക്കെ ഓപ്പൺ ആണ്. ഇന്നലെ സൺഡേ ആയതുകൊണ്ടൊന്നും എല്ലാം ക്ലോസ്ഡ് ആണ്. അത് വളരെ റെയർ ആയിരിക്കും, നിങ്ങൾക്ക് ഓഫ് സീസൺ വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് മൈക്കണോസ്. ഇന്നും മഴയൊക്കെ കാണിച്ചിട്ടും വെയിലാണ്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇവർ മഴ കാണിച്ചാലും വെയിൽ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. കളറൊക്കെ കുറഞ്ഞു ഇവിടെ വന്നപ്പോഴേക്കും. ഇവിടെ വന്നപ്പോൾ ബ്രൗണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യമാണ് പൂച്ചകൾ. എല്ലായിടത്തും പൂച്ചകളാണ്, നിറയെ പൂച്ചകൾ. നല്ല തടിയുള്ള നല്ല ഭംഗിയിലാണോ ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് ശരിക്കും മൈക്കണോസ്. നമ്മളിപ്പം സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ബോഗൺ വില്ലാസ് ആയിരിക്കും, പല പല കളറിലുള്ള. വിൻ്റർ ആയതുകൊണ്ട് കുറവാണ് ഫ്ലവേഴ്സൊക്കെ. അതാ നമ്മൾ മൈക്കണോസിൻ്റെ പുറത്ത്, ഈ മൈക്കണോസ് അല്ല, ഈ ബിൽഡിങ്സിൻ്റെ പുറത്തിറങ്ങാൻ പോവാണ്. ആ കാണുന്നതാണ് പുറത്തേക്കുള്ള വഴി. അപ്പം നമ്മൾ ഇപ്പം ഇറങ്ങും. ഇങ്ങോട്ടേക്ക് വണ്ടികൾ അലൗഡ് അല്ല, സോ അവരൊരു ഗേറ്റ് പോലെ വെച്ചിട്ടുണ്ട്. അപ്പം മൈക്കണോസ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങാണ്. പൂച്ചയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. ഇവർക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരു ATM ഉണ്ട്. അപ്പം നമ്മളങ്ങനെ, ഇതാണ് ഗേറ്റ്, ഉള്ളിലേക്ക് കയറാനുള്ള. ഇവിടെ ഇതിൽ കൂടെ വണ്ടികൾക്കൊന്നും കയറാൻ പറ്റില്ല. അതാ ബസ് സ്റ്റേഷൻ, സൂപ്പർ. ഇത് ബസ്. പക്ഷേ ശരിക്കും ഒരു 30 മിനിറ്റ്സ് നടക്കാനുള്ള ദൂരമുള്ള, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് നടക്കാൻ. അവിടെ കാണുന്നത് കടല. ഇതിന് പുറത്തുണ്ട് കേട്ടോ. ഇത് ഈ കാണുന്നതാണ് മൈക്കണോസിൻ്റെ മേലേ എന്നുള്ള വ്യൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെയോ ആണ് താമസിച്ചത്. ഇത് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ, രാവിലെ അങ്ങെത്തി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഫുട്പാത്ത് ഒന്നും വെച്ചിട്ടില്ല. അതിൻ്റെ സൈഡിൽ നമ്മളപ്പോൾ സൈഡിൽ കൂടെ നടക്കണം. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ പുറത്ത് താമസിക്കാൻ ആഗ്രഹമുള്ളവർക്ക്. പക്ഷേ ഇതൊക്കെ കുറച്ചും കൂടെ ലക്ഷറി ഹോട്ടൽസാണ്. നിറയെ ഒലീവ്സാണ് എല്ലായിടത്തും. ഇവിടെ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, പുറത്തും വൈറ്റും ബ്ലൂവും റെഡും ഒക്കെ. അങ്ങോട്ടാണോ? ഇപ്പം ഏത് ഹോട്ടലിലോട്ടാണല്ലോ പോലെ. ഒരു നോർമൽ ഡോറിന് പോലും അവർ റെഡ് അടിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താ പനയാ? ഈന്തപ്പഴത്തിൻ്റെ കൂട്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ യെല്ലോ ഡോറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മൈക്കണോസിൻ്റെ ആ മേലെ ഭാഗത്തെത്തി. ആ കുന്നിൻ്റെ മേലെ താഴെ നമുക്ക് ആ ചെറിയ മൈക്കണോസ് നഗരം കാണാം. ഇവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ആ റൈറ്റ് സൈഡിൽ ആ കോർണറിലായിട്ടാണ് ഇന്നലെ ഞങ്ങൾ സൺസെറ്റ് കണ്ട ആ പള്ളിയും ആ ബീച്ച് സൈഡൊക്കെയാണെന്ന് തോന്നുന്നത്. അവിടെ ഒരു വിൻമില്ലുണ്ട്. പിന്നെ ബാക്കി ഐക്കോണിക്കായിട്ടുള്ള വിൻമിൽസ് എല്ലാം ഉള്ളത് ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ്. കൊള്ളാം. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് പെട്ടെന്ന് പോയേ പറ്റും എയർപോർട്ടിലേക്ക്.
ഗേറ്റിൻ്റെ ഇൻഫർമേഷൻസൊക്കെ ഓൾറെഡി വന്നു. ഏഗൻ എയർലൈൻസ് കറക്റ്റാണ്, എല്ലാം നമുക്ക് ഗേറ്റ് ഏതാണെന്നൊക്കെ ഓൾറെഡി മെയിൽ വരും. ഇപ്പം എയർപോർട്ടിലെ സ്ക്രീനിൽ കാണിക്കുന്നതിന് മുന്നേ അവർ അതിനും കുറച്ച് സമയം മുന്നേ ഗേറ്റിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് മെയിൽ ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ കള്ളിമുൾച്ചെടീൻ്റെ വലിയ മരമായതെന്ന് തോന്നുന്നു. പിന്നെ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്ത് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്ത് ചുമ്മാ കയറിപ്പോയാൽ മതി. വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു മൈക്കനോസ് ടു ഏതൻസ് ടു സാന്റോറിനി പോകാൻ നമുക്ക് സെക്യൂരിറ്റി ചെക്കിങ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് സാധാരണ നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് പോകുന്ന പോലെ അടുത്ത് കയറി പോവുക. അങ്ങനെ മൈക്കനോസ് എയർപോർട്ടിലെ ഡിപ്പാർച്ചർ ടെർമിനൽ എത്തി ഞങ്ങൾ. ചെറിയ എയർപോർട്ടാണ്, 5 മിനിറ്റ് എടുത്തില്ല സെക്യൂരിറ്റി ചെക്ക് കഴിയാൻ. ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, സ്കാൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാഗേജ് സ്കാൻ ചെയ്യുന്നു, കയറുന്നു. അപ്പോൾ കാരണം ഇനിയിപ്പം ഏതൻസിലും സാന്റോറിനിയിലും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ഇവർ കയറി പോകുന്നവരെ ഇവിടുന്ന് സ്കാൻ ചെയ്ത് കയറ്റി വിടുന്നു. ഇവിടെ ചെറിയൊരു കോഫി ഷോപ്പുണ്ട്, അപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു കോഫി കുടിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇനി ടൈമുണ്ട്, 10:30 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 9:30 ആയിട്ടുള്ളൂ, 9:40 1 അവർ മുന്നേ പോലും എയർപോർട്ടിൽ കയറാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് ഓട്ടോറിക്ഷ കയറിയിട്ടല്ല പോകുന്നത്. ഈ വെയിറ്റ് മസ്റ്റാണ് എയർപോർട്ടിൽ. 1 മണിക്കൂർ മുന്നെങ്കിലും എയർപോർട്ടിൽ കയറിയില്ല പിന്നെ. അപ്പം നമുക്കൊരു കോഫി കുടിക്കാം അവിടുന്ന്. വാ. പിന്നെ അവിടുന്ന് ഇത് അവിടെയാണ് ഉള്ളത്. ഞാൻ വരണമെന്ന് അവിടെ ഇരിക്കാം. നമുക്ക് ഗേറ്റ് 4 നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇത് ഗേറ്റ് 1, ഇത് 3. അവിടെ നിന്ന് നമ്മളെ ഫ്ലൈറ്റ്. നമുക്ക് പോകാനുള്ള ബസ് അവിടെ ഉണ്ട് ഓൾറെഡി. പക്ഷെ 10:30 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ബ്രെഡൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒറ്റൊരു കോഫി ഷോപ്പേ ഉള്ളൂ, തഷ്ബ എന്ന് പറഞ്ഞിട്ട്. ബ്രെഡൊക്കെ ഇനി ഓപ്പൺ ആവണമെങ്കിൽ സീസൺ ടൈം ആവണം, അതായത് ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ. അല്ലാത്ത സമയത്തൊന്നും ഓപ്പൺ ആവില്ല. എന്തായാലും ഒരു കോഫി, ഒരു ക്രോസോൺ, ഇത് രണ്ടും കഴിക്കാം. അങ്ങനെ നമ്മളൊരു കോഫിയും ഒരു ക്രോസാനും വാങ്ങിച്ചു. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. രണ്ടിനും കൂടെ എത്രയാണ്? 10. എൻ്റെ അമ്മ ഭയങ്കര കൂടുതൽ. ഏതൻസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പൈസ കൂടുതലാണ്. ഇതായിരുന്നു ഷോപ്പ്. സ്പിനാച്ച് പൈ. അത് ഭയങ്കര രസമാണ്. സ്പിനാച്ച് പൈ അടിപൊളി സാധനം. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ബാക്കി ഏതൻസിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ക്രോസൽ ഒതുക്കി. കാരണം ഒരു കോഫി കുടിക്കാൻ ഭയങ്കര തോന്നാം. രാവിലെ കഴിച്ചിട്ടാണ് കഴിച്ചത്. ഇതാണ് എയർപോർട്ട്. നമ്മളിപ്പോൾ ഗേറ്റ് 3-ലുള്ളത്. ഗേറ്റ് 4 അതാണ്. അവിടെയുണ്ട്, എനിക്ക് പിടിക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു കാണാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, ഇതാണ് ആ സ്ഥലം. അങ്ങനെ സെയിം ഫ്ലൈറ്റിൽ നമ്മൾ കയറാൻ പോവാം. എഗെയിൻ തിരിച്ച് ഏതൻസിലേക്ക്, അവിടുന്ന് സാന്റോറിനി. ബ്യൂട്ടിഫുൾ സ്കൈ. നമ്മൾ കയറാൻ പോകുന്നു. ലഗേജ് മോസ്റ്റ്ലി രാഹുലിൻ്റെ ലഗേജ് അവർ അതിനുള്ളിൽ കൊണ്ട് വെക്കും. ഒരു ചേച്ചി വന്നിട്ട് എന്തോ സ്റ്റിക്കറൊക്കെ കൊടുത്തായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോർ സ്റ്റാഫ്. അപ്പം നിന്റെ മിക്കവാറും ഇപ്പോൾ അവർ കൊണ്ടുപോകും. നിന്നെയല്ല, നിന്റെ ബാഗ് ഇപ്പോൾ ചേട്ടൻ മിക്കവാറും മേടിച്ചോ. പക്ഷെ അവരുടേത് വയലറ്റ് കളറാല്ലേ. അപ്പം നമ്മൾ ഇങ്ങോട്ട് മേലെയല്ലേ വെച്ചേ, നമുക്ക് മേലെ വെക്കാം. നമ്മൾ കയറട്ടെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി. കുറച്ച് രാഹുലാണ് വിൻഡോ സീറ്റിൽ. രാഹുലൊരു ആഗ്രഹം, അപ്പോൾ ഞാൻ ആഗ്രഹമൊക്കെ സഹായിച്ചു കൊടുത്തു. വന്ന റൂട്ട് തിരിച്ചു പോകുന്നോണ്ടല്ലേ. അല്ലെങ്കിലും ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞാൽ സമ്മതിക്കില്ലേ. അപ്പോൾ പിന്നെ ഏജൻസിന്ന് സാന്റോറിനിയിലേക്ക് ഞാൻ ഇരുന്നോ, തിരിച്ചു വരുമ്പോൾ ഞാൻ ഇരിക്കും. ഇതാണ് ഒരു ചേട്ടൻ മുന്നേ കയറി നിന്നു. സെയിം അല്ലടാ, നമ്മൾ വന്ന് സെയിം ഫ്ലൈറ്റ്. അങ്ങനെ ഇതാണ് ഏഗൻ എയർലൈൻസിൻ്റെ A337
766 എന്ന് പറയുന്ന ആ കുട്ടി ATR വിമാനം പ്രൊപ്പല്ലർ എയർക്രാഫ്റ്റ്. സോ അതിലാണ് നമ്മൾ ഇന്ന് ഇത് ഏതൻസിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ്. സെയിം ഇത് തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ പറയണ്ടത്, സാന്റോറിനിയിലേക്കുള്ളത്. അപ്പോൾ 1.5 മണിക്കൂർ ലേ ഓവറുണ്ട് ഏതൻസിൽ. നമുക്ക് അവിടെ ഇരുന്ന് ഒരു കോഫിയും കൂടെ കുടിക്കാനുള്ള സമയമുണ്ട്. കോഫി കൂടി മാത്രമേ നടക്കുന്നത്. കോഫി അഡിക്റ്റായി പോകുമെന്നൊരു പേടിയുണ്ട്. പക്ഷേ നമ്മൾ UK നിന്ന് കുടിക്കുന്ന കോഫിനേക്കാളും ആൾക്കാരാണ്. ഞാൻ പിന്നെ ഇടയ്ക്ക് 1-2 ട്രൈ ചെയ്യാറുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന്. പക്ഷേ അനു ഒട്ടും കോഫി കുടിക്കാത്ത ആളാണ്. ചായ മാത്രമേ കുടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒരു നേരം രാവിലെ കോഫി കുടിച്ചാൽ മാത്രമേ നമുക്കൊരു ഉന്മേഷം വരുന്നുള്ളൂ. നമ്മുടെ തലച്ചോറ് ആ കഫൈൻ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ നമുക്ക് കോഫി ഇല്ലാണ്ട് ആ തലവേദന മാറില്ല. അങ്ങനെ ആവാതിരിക്കട്ടെ. അല്ല, അത് ബോസ്നിയൻ നമ്മൾ ട്രൈ ചെയ്തത് ഖാവയാണ്. മീൻസ് ബോസ്നിയൻ കോഫി അത് ഖാവ പോലെ. അത് പക്ഷേ എസ്പ്രസോ ആയിരിക്കണം, ചെറുത്. അപ്പം നമ്മുടെ ഇന്നലത്തെ സെയിം ഫ്ലൈറ്റ് തന്നെ, ഇന്നലത്തെ അതേ എന്താ പറയുക എയർ ഹോസ്റ്റസും കാര്യങ്ങളൊക്കെയാണ് ഈ പുള്ളിക്കാരി. ഇന്നലെ ഭയങ്കര ശരിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 11:05 എടുക്കും. 10:50 ബോർഡിങ് കഴിഞ്ഞു. ഇനി എല്ലാവരും ലഗേജ് കയറ്റി അങ്ങനെ ടേക്ക് ഓഫിന് റെഡിയായി. ഇപ്പോൾ പറയും ക്യാബിൻ ക്രൂ റെഡി ഫോർ ടേക്ക് ഓഫ്. അങ്ങനെ നമ്മൾ മൈക്കനോസ് എന്ന് പറയുന്ന കുഞ്ഞൻ ഐലൻഡിനോട് ബൈ പറഞ്ഞ് ഏതൻസിലേക്ക് പറക്കാൻ പോവാണ്. അങ്ങനെ സിറോസ് എന്ന് പറയുന്ന ഐലൻഡാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. മൈക്കണോസ് കഴിഞ്ഞ് സിറോസിന് മേലെ കൂടെ നമ്മൾ പറന്ന് ഏതൻസിലേക്ക് പോകും. എയർപോർട്ടൊക്കെ ഉള്ള ഒരു കുഞ്ഞൻ ഐലൻഡാണ്. എയർപോർട്ടുണ്ട്, സീപോർട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതൻസിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഏതൻസ് നഗരം എന്ന് പറയുന്നത് ബിൽഡിങ്സ് ഒക്കെ കണ്ടു. ATR ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നൊരു പ്രത്യേക രീതിയാണ്. നമുക്ക് നമ്മുടെ നോർമൽ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യുന്ന പോലെ ഇതുപോലെ ആടി ഒലഞ്ഞാണ് ATR ഫ്ലൈറ്റുകൾ ഇറങ്ങുക. അതുപോലെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയണ്ടത്, ഇടിച്ചു കുത്തി ലാൻഡ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. അത്ര സ്മൂത്തായിരിക്കില്ല ATR ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും. ഒരു പ്രാവശ്യം നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശീലമാവും. ഫസ്റ്റ് ടൈം കയറുമ്പോഴാണ് ഒരു പേടി. ഇങ്ങനെ ആടി ഒലഞ്ഞ് 2 സൈഡിലേക്ക് ഇങ്ങനെ പൊങ്ങി താണൊക്കെയാണ് ATR ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും ഏതൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. സ്കൈ എയർലൈൻസ് ആണ്. ഇതാണ് നമ്മുടെ ബസ്. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. നമ്മളിനി കയറി വീണ്ടും ഏതൻസ് എയർപോർട്ടിലേക്ക് അങ്ങോട്ട് മാറിക്കും. വഴിയിൽ നിന്ന് ഇതല്ലേ വഴി. പിന്നെ നമ്മൾ വന്ന ATR ഫ്ലൈറ്റ് ഇതേ കിടക്കുന്നു. നമുക്ക് ഇനി ഈ ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് നേരെ പോയി നമ്മുടെ ഗേറ്റിലേക്ക് പോകണം. B21 ആണ് ഗേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏഷ്യൻ എയർലൈൻസ് മീൻസ് ഈജിയൻ എയർലൈൻസ്. നമുക്ക് ഏജിയൻ വേറെന്തോ ഈജിയൻ ഗ്രൂപ്പിൻ്റെയാണ്. ഏജിയൻ എയർലൈൻസിൻ്റെ മീൻസ് അവർ നമുക്ക് ഗേറ്റ് ഇവിടെ ഓപ്പൺ ആകുന്നതിന് മുന്നേ അവർ നമുക്ക് മെയിൽ അയക്കും. അപ്പോൾ B21 നമുക്ക് പോകേണ്ടത്. 1.5 മണിക്കൂർ ലേ ഓവറുണ്ട്. സമയം 11:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ
ഇനി നമുക്ക് പോയി എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം, എന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഗേറ്റിലെത്തി. ആരുമില്ല, അവരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്, അവിടെ കുറച്ച് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കോഫി കൂടിയും പൈ തീറ്റ. അപ്പോൾ നമ്മളിവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ അടിപൊളി സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ചിക്കൻ പൈ ഉണ്ട് മേലെ. ഇതാ സ്പിനാച്ച് പൈ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്പിനാച്ച് പൈ. ഇത് എല്ലാ സ്ഥലത്തും ഇത് നല്ലതായിരിക്കണമെന്നില്ല, പക്ഷെ പൊതുവേ ഇത് കഴിക്കാൻ കൊള്ളാം ആ സാധനം. നിങ്ങൾക്ക് ഈ വക സാധനങ്ങളൊന്നും വേണ്ടതാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, നല്ല ഓപ്ഷനാണ്. നമ്മൾ നോക്കട്ടെ, വേണമെങ്കിൽ ഒരു ചിക്കൻ പൈയും ഒരു സ്പിനാച്ച് പൈ. ഞങ്ങൾ ഒരു ഓറഞ്ച് ജ്യൂസ്, ഒരു സ്പിനാച്ച് പൈ, ഒരു ആപ്പിൾ പൈ. ആപ്പിൾ പൈ അല്ല, ചിക്കൻ പൈ. ആപ്പിൾ പൈ അല്ല, ചിക്കൻ പൈ. എല്ലാം കൂടെ €14.70 ആയി. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ ഇല്ല, ഫ്രഷ്